ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. ടാരോ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട്, യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഒരുപാട് പേരുടെ എനർജി കാണും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം, ചിലരൊക്കെ പേഴ്സണലായിട്ട് പല ഇതിലും തീരുമാനങ്ങൾ എടുത്തിട്ട് ജനറൽ റീഡിംഗ് കണ്ടിട്ടാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒരുപാട് ആൾക്കാരുടേതാണ്. അതുകൊണ്ട് നിങ്ങളുടേതാണോ എന്നുള്ളത്, നിങ്ങൾക്ക് ഏത് റീഡിങ്ങിലാണോ കൂടുതൽ റെസനേറ്റായിട്ട് തോന്നുന്നത് ആ ഒരു ആളുടെ, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടൈംലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക. അപ്പോൾ എന്താണ് കാർഡ്സ് എന്ന് നമുക്ക് നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. നോക്കാം കാർഡുകൾ എന്താണ്. മജീഷ്യൻ, നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 3 of കപ്സ്, വേൾഡ് കാർഡ്, സൺ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ മജീഷ്യൻ, നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 3 of കപ്സ്, വേൾഡ് കാർഡ്, സൺ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ മജീഷ്യൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സംഭവിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനെ സംശയത്തോടു കൂടിയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണോ നിങ്ങൾ നോക്കുന്നതെന്ന് പരിശോധിക്കുക. സംശയിച്ചാൽ ഒരിക്കലും നിങ്ങളിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല. ആ ഒരു ഉറപ്പായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി, ആ ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തില്ല. നിങ്ങൾ എന്താണോ, ജോലിയാണോ, റിലേഷൻഷിപ്പാണോ, പണമാണോ, പുതിയ കോഴ്സാണോ, അല്ല ഹെൽത്താണോ, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അതിനെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു അത് എൻ്റെ ലൈഫിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി കറക്റ്റാക്കി വെക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. അടുത്ത നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആവേശത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിരിക്കും, പാഷനേറ്റ് ആയിരിക്കും. എന്ത് തന്നാലും നിങ്ങൾ അഡ്വഞ്ചറസ് ആയിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റി കേസുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും, ആവേശം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എന്ത് സാഹസികതയും ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇത് കൂടിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആവേശം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫയർ എലമെൻ്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തോന്നാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കേസിലൊന്നും പോയി കുടുങ്ങാതിരിക്കുക എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്ത ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇന്ന് വളരെ സ്പീഡി ആയിട്ടാണ് വായിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യവും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഇന്ന് വളരെയധികം
ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ എല്ലാവരോടും വളരെ ഒരു മദർലി എഫെക്ഷനോടുകൂടി നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ എല്ലാ കാര്യവും ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾ എത്ര തന്നെ വിഷമത്തിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിലും നിങ്ങളോട് പലരും വന്ന് സംസാരിക്കുകയും അവർ നിങ്ങളെ ഒരു വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളോട് സംസാരിച്ചാൽ അവർക്ക് നല്ലൊരു എനർജി അവരിലേക്ക് എത്തും എന്നുള്ള ആഗ്രഹത്തോടുകൂടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്കൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമമൊക്കെ ഉണ്ടാവും. എങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവരെ ഹീൽ ചെയ്യുകയും അങ്ങനെ ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് ഒരു ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കൊരു ഫീൽ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നുണ്ടാവുക. കുട്ടികളോടായാലും മുതിർന്നവരോടായാലും എല്ലാവരോടും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഒരു മദർലി അഫെക്ഷനോടുകൂടി നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളതാണ്. ജെൻഡർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ലേഡി ആയിട്ട് വിചാരിക്കേണ്ട. നിങ്ങൾ മെയിലായാലും നിങ്ങൾ ജെൻസ് ആയാലും നിങ്ങൾ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അവരെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും ഒരു ഗൈഡൻസ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയുടെ പറയുന്നത്. അടുത്തത് 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയുടെ പറയുന്നത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം അതായത് നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ കാർമികമായിട്ടുള്ള ഇതായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വളരെ വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മാറിയിട്ട് നിങ്ങൾ പുതിയൊരു എനർജി നിങ്ങൾ സ്വീകരിക്കുകയാണ്. പുതിയ തരത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഒരേ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ നിങ്ങൾ കാണുന്ന വ്യക്തികളുമായിട്ട്, ചിലപ്പോൾ ഒരേ ഏജ് ആയിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പായിരിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ പരസ്പരം കാര്യങ്ങൾ കൈമാറുകയും സ്നേഹം കൈമാറുക, അതുപോലെ തന്നെ സന്തോഷം കൈമാറുക, സൗഹൃദം പങ്കുവെക്കുക, ഇതൊക്കെ 3 ഓഫ് കപ്സിലുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ പറഞ്ഞല്ലോ ഒരു യാത്രയും കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നതോ അങ്ങനെയുള്ളതുമായിരിക്കും. ഒരുമിച്ച് ഒരേ ഉള്ളവർ അമ്പലത്തിൽ പോകുന്ന തരത്തിലുള്ള എനർജിയോ അല്ലെങ്കിൽ പള്ളികളിലോ ആരാധനാലയങ്ങളിൽ. കാരണം ഇവിടെ വേൾഡ് കാർഡും സണ്ണും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരുമിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഹീലാവുന്നു. അതുപോലെ നിങ്ങളിലേക്കൊരു സൈക്കിള്, കാർമികമായിട്ടുള്ള സൈക്കിള് കംപ്ലീറ്റ് ആവുന്നു. ഒരു കംപ്ലീഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അമ്പലം, ആഘോഷം, ദീപാലങ്കാരങ്ങൾ, അതുപോലെ പുഷ്പങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹീലാക്കുന്നു. നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു. അതിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു. അതുപോലെ നിങ്ങളും മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നു. നിങ്ങൾക്കൊരു പ്രത്യേക ഓറ ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് തോന്നുന്നു. നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ഹീൽ ചെയ്യുന്നു. നിങ്ങൾ ഹീൽ ചെയ്യുന്നു, കൂടെ മറ്റുള്ളവരെയും കൂടി ഹീലാക്കുന്ന തരത്തിൽ അവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു. ഒരു പുതിയ ഉന്മേഷം നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ ഈ കാർഡുകളൊക്കെ ഇവിടെ പറയുന്നത്. വളരെ നല്ലൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നു. പുതിയ തുടക്കങ്ങളാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ തുടക്കങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഡാർക്ക്നെസ് നിന്നും നിങ്ങളൊരു ലൈറ്റിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ നിങ്ങളിലേക്ക് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രസ് കൊണ്ടുതരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള കല്യാണം, വിവാഹം, ആ ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്രപ്പോസൽ, ഇതൊക്കെ വരുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ ആഗ്രഹിച്ച തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഒരു ട്രാവലൊക്കെ, ഇവിടെയും ഒരു ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്കൊരു
ട്രാവലിംഗ് വരുന്നു. അതായത് പുറത്തേക്ക് നിങ്ങൾക്ക് ഓവർസീസ് ആയിട്ടുള്ള കടൽ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു ട്രാവലിംഗ് ഉണ്ട്. പിന്നെ മറ്റുള്ളവർ, നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും നിങ്ങൾ ഇതുവരെ ഉള്ളതിൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾ ഒരു എല്ലാവരെയും ശ്രദ്ധാകേന്ദ്രമാവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ വേൾഡ് കാർഡിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സൺ, വേൾഡ്, 3 ഓഫ് കപ്സ്. ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നു, കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവർ ആ ഒരു ഇന്നർ ചൈൽഡൊക്കെ നിങ്ങൾ ഹീലാക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്താണ് കുട്ടികളൊക്കെ എൻ്റെ കൂടെ, അപ്പോൾ നിങ്ങളും ആ ഒരു ചൈൽഡിൻ്റെ ആ ഒരു ഇന്നസെൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടിത്തമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഴയകാല മെമ്മറികൾ, ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, അതുപോലെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് നിങ്ങളും ഒരു കുട്ടി, ആ ഒരു കുട്ടിയെ പോലെ നിങ്ങൾ ആവുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളിപ്പം പണ്ട് ചെറുപ്പകാലങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ പോയതായിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. അങ്ങനെ ഒരു യാത്ര, അതും കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇന്നർ ചൈൽഡ് വളരെയധികം ഹാപ്പി ആവുന്നു, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ സ്പിരിച്വലി ഒരുപാട് വ്യക്തികൾക്ക് ഒരു അവേക്കനിങ് കൂടിയാണ്, അവർ ഹീൽഡായിട്ട് മാറുന്നു. പുതിയൊരു എനർജി എന്തായാലും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു, ഒരു നവോന്മേഷം നിങ്ങളിലേക്ക് വരുന്നു. മുമ്പ് നിങ്ങളെ അലട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, ചിന്തകൾ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടാവും. പല പുതിയ തുടക്കങ്ങളും വരുമ്പോൾ എനിക്കിത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും കൂടി ഉണ്ട്. അതും ഇവിടെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ബോട്ടം എനർജി വരുന്നത്. അതായത് നിങ്ങളിലേക്ക് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ്, പക്ഷേ വളരെയധികം പതുക്കെയാണ് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളത്. പക്ഷേ ഡിവൈൻ ടൈമിംഗ് ആണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടാണ് നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് ദി പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ഹീലിംഗ് ആയാലും പണമായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വരുന്നുണ്ട്. അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. വളരെ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നതെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തും. ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പല കാര്യങ്ങളും ചിലർക്ക് വരാൻ കുറച്ച് താമസമുണ്ട്, ചിലരുടെയൊക്കെ എനർജി അതുമായിട്ട് കണക്റ്റ് ആവേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. സ്പിരിച്വലി നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇത് അതിൻ്റെ ഒരു ടൈം, നിങ്ങളിലേക്ക് എത്താനുള്ള സമയം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളിലേക്ക് എത്താറാവുന്നു എന്നുള്ളത് കൂടിയാണ്. അതിനെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവർ കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അവിടെ പോയിരുന്നത് കേൾക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെയധികം പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുക. ജീവിതത്തിൽ ഒരു ലൈറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ആവേശം ഒന്ന് ശ്രദ്ധിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഒരു അബണ്ടൻസ് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് റിസീവ് ചെയ്യാൻ തയ്യാറാവുക. അതിന് നിങ്ങളുടെ എനർജി വളരെയധികം ഹൈ ആക്കി വെക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഫോർഗീവ്നെസ്. ഓക്കെ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോർഗീവ് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയാനുണ്ടാവും. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരം, നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലിട്ട് പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലിട്ട് വട്ടം തിരിയുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ എന്താണോ എല്ലാം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ്
ഏഞ്ചൽസ് മെസ്സേജ് എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് നോക്കാം. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. അതായത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളോട് നിൽക്കാനാണ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതുപോലെ തന്നെ നിങ്ങളൊരു വിശ്വാസം വെക്കുക, എങ്കിലാണ് നിങ്ങളിലേക്ക് യഥാർത്ഥ സ്നേഹം റൊമാൻസ് വരുന്നത് എന്നുള്ളതാണ്. റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. ഓക്കെ, നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിനെയും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങളുടെ ലവ് ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെഡ്ഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ഓക്കെ, ഒരു മാരേജ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഇതുണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെയും ഉണ്ട് നിങ്ങൾക്കൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള ഇത് വരുന്നു, ഒരു വെഡ്ഡിങ്ങിൻ്റെ സമയമാണ് പലർക്കും എന്നുള്ളതാണ് പറയുന്നത്. പ്ലേഫുൾനെസ്. ടു റീക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് എ സൺ ടു ഷൈൻ. അപ്പോൾ നിങ്ങളുടെ റൊമാൻസ് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു യുവത്വം, ആ ഒരു സ്പിരിറ്റിനെ അതിന് ആ ഒരു ഫണ്ണിലേക്ക് കൊണ്ടുവരിക, എങ്കിലാണ് അത് ഷൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ കൺട്രോൾഡായി നിൽക്കാതെ അതിനെ ഒന്ന് ഫ്ലോ ചെയ്യാൻ വിടുക. ഇന്നർ യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്പിരിറ്റിനെ എന്ത് ചെയ്യാൻ വിടുക, ഷൈൻ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല, എങ്കിലും ഇതിലെല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. സബ്സ്ക്രൈബേഴ്സിനും നന്ദി, വ്യൂവേഴ്സിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ take care and be positive. Thank you for watching. Have a nice day.